അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഹാലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ ഹാലിൻ്റെ ഒരു വിശദമായ വിശദീകരണം തന്നെ നമ്മൾ നൽകിക്കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ ഹാല് ജാമിദായിരിക്കണമോ മുഷ്തക്കായിരിക്കണമോ എന്ന ചർച്ചയാണ് നമ്മൾ നടത്തിയത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ ഹാല് നെക്കിറയായിരിക്കണമെന്നും മഅരിഫയായി എവിടെയെങ്കിലും ഹാലിനെ കണ്ടാൽ അത് അർത്ഥത്തിൽ നെക്കിറയായി സങ്കല്പിക്കണമെന്നുമുള്ള ഒരു ചർച്ചയാണ്. വളരെ ലളിതമായ ചർച്ചയാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നടത്താനിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والحال إن عرف لفظا فاعتقد تنكيره معنى كوحدك اجتهد എന്ന ബെയ്ത്തും അതിൻ്റെ ഷർഹുമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൽഹാലു ഹാല് ഇൻ ഉർരിഫ മഅരിഫയായാൽ ലഫ്ലൻ കാഴ്ചയിൽ അത് മഅരിഫയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅ്തഖിദ് തൻകീറഹു മഅനൻ, അത് അർത്ഥത്തിൽ നെക്കിറയാണ് എന്ന് വിശ്വസിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് വേണ്ടത്. എങ്ങനെ? കാണുമ്പോൾ അത് മഅരിഫയായിരിക്കാം, പക്ഷെ അത് അർത്ഥത്തിൽ നെക്കിറയാണ് എന്ന് മനസ്സിലാക്കണം. ഉദാഹരണം, വഹ്ദക ഇജ്തഹിദ് എന്ന് കാണാം. നീ ഒറ്റയ്ക്ക് പരിശ്രമിക്കുക എന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഫീൽ എന്താണ്? ഇജ്തഹിദ്, നീ പരിശ്രമിക്കുക. ഹാലോ വഹ്ദക എന്നാണ്, നീ ഒറ്റക്ക്. ഈ വഹ്ദക എന്നുള്ളത് മുലാഫ് മുലാഫിലേഹി അല്ലേ? അപ്പോൾ അവിടെ മഅരിഫ വന്നില്ലേ? കണ്ടാൽ അത് മഅരിഫയാണ്, പക്ഷെ അർത്ഥത്തിൽ ഒറ്റക്ക് മുൻഫരിദൻ എന്ന അർത്ഥമാണ് അതിനുള്ളത്. അല്ലാതെ നീ വാഹിദായിട്ട് എന്നൊന്നുമല്ല, ഒറ്റക്ക് മുൻഫരിദൻ എന്നുള്ളതിനെ കിറയല്ലേ? അപ്പോൾ മുൻഫരിദൻ എന്ന അർത്ഥമാണ് അവിടെ വഹ്ദക്ക് നമ്മൾ നൽകേണ്ടത്. ഓക്കെ ആണല്ലോ? ഈ ഒരു രൂപത്തിൽ മഅരിഫയായ ഹാലുകളെ നെക്കിറയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്ന് പറയുന്ന ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ്ഹബു ജുംഹൂരിൻ നഹ്വിയ്യീന അന്നൽ ഹാല ലാ തകൂനു ഇല്ലാ നക്കിറ. അറബി ഗ്രാമറ്റേറിയൻസിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിളും പറയുന്നത് ഹാല് നക്കിറ മാത്രമേ ആവൂ എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നല്ലേ. അന്നമാ വറദ മിൻഹാ മുഅറഫൻ ലഫ്ളൻ. അപ്പോൾ ആ ആളുകൾ നെക്കിറയായി മാത്രമേ ഹാല് വരൂ എന്ന് പറയുന്ന ആളുകൾ ലഫ്ളൻ നിലക്ക് കാഴ്ചയിൽ തന്നെ മഅരിഫയായിട്ട് ഹാലിനെ കണ്ടാൽ അവരെന്ത് പറയും? വഹുവ മുനക്കറുൻ മായന, അത് അർത്ഥത്തിൽ നെക്കിറയാണ് എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ ചില അറബിയിലൊരു പ്രയോഗമുണ്ട്, ജാഉ അൽ ജമ്മാ അൽ ഗഫീറ, അവർ കൂട്ടം കൂട്ടമായി വന്നു. ഓക്കെ, അതിന് പറഞ്ഞത് എന്താ? ജാഉ, അവർ വന്നു. അൽ ജമ്മാ, അലിഫ്ലാമിട്ട് മഅരിഫയാക്കിയിട്ട് അൽ ജമ്മാ അൽ ഗഫീറ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അർത്ഥത്തിൽ എന്തായിരിക്കും? അത് എങ്ങനെയായിരിക്കും? ജാഉ ജമാഅത്തൻ എന്നായിരിക്കും. ഓക്കെ, അതുപോലെ ഒരു ബൈത്തുണ്ട്, വ അർസലഹൽ ഇറാഖ, വ അർസലഹൽ അൽ ഇറാഖ, അൽ ഇറാഖ, ആ കുതിരയെ അവൻ അയച്ചു. അർസലഹ, കുതിരയെ അയച്ചു, വെള്ളം കുടിക്കാൻ അയച്ചതാണ്, നല്ല തിക്കി തിരക്കിയിട്ടാണ് അയച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ മുഅത്തരിക്കത്തൻ, അർസലഹ മുഅത്തരിക്കത്തൻ എന്ന് സങ്കല്പിക്കണം നമ്മൾ. അൽ ഇറാഖ എന്നുള്ള മഅരിഫയായ സീഗയിലാണ് ഹാല് അവിടെ നമുക്ക് കാണുന്നതെങ്കിലും. അതുപോലെ മറ്റൊരു ഉദാഹരണം, വജ്തഹിദ് വഹ്ദക, അവിടെ വഹ്ദക എന്നുള്ളത് മഅരിഫയാണ്, പക്ഷെ മുൻഫരിദൻ ഒറ്റക്ക് എന്ന് നമ്മൾ സങ്കല്പിക്കണം. കല്ലംതുഹു ഫാഹു ഇലാ ഫിയ്യ എന്ന് പറയും. കല്ലംതുഹു, ഞാൻ അവനോട് സംസാരിച്ചു, ഫാഹു അവൻ്റെ വായ, ഇലാ ഫിയ്യ എൻ്റെ വായിലേക്കായിട്ട് എന്ന് പറഞ്ഞാൽ മുഷാഫഹത്തൻ, നേർക്കുനേർ, കൂടിക്കാഴ്ചയോടെ എന്നർത്ഥമാണ്. അപ്പോൾ അൽ ജമ്മാ, അൽ ഇറാഖ്, വഹ്ദക, ഫാഹു, 4 ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 4ഇടത്തും നമുക്ക് ഹാലിനെ കാണാൻ പറ്റുന്നത് അലിഫ്ലാമിട്ട് മഅരിഫയാക്കിയിട്ടാണ്. അതൊക്കെ അഹ്വാലുൻ, ഹാലുകൾ തന്നെയാണ്. അത് മഅരിഫയാണെന്ന് കരുതി ഹാലല്ല എന്ന് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഹാല് തന്നെയാണ്. പക്ഷേ
ലാക്കിന്നഹ മുഅവ്വലത്തും ബിനക്കിറ, അത് നക്കിറ കൊണ്ട് തഅ്വീൽ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. വത്തഖ്ദീറു, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ജാഊ ജമീഅൻ അർസലഹ മുഅ്തരികതൻ വജ്തഹിദ് മുൻഫരിദൻ കല്ലംതുഹു മുഷാഫഹതൻ. ഇപ്പം എല്ലാം നക്കിറയായി മാറി അർത്ഥത്തിൽ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ വിഷയമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ വളരെ സാധ്യതയുള്ളതാട്ടോ പരീക്ഷയ്ക്ക് വരാൻ. ഹാല് മഅരിഫയാവണമോ നക്കിറയാവണമോ? നക്കിറയാവണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാണ് ഇങ്ങനെ സങ്കല്പിക്കുക. അപ്പോഴോ രണ്ടാമത്തൊരു വിഭാഗം സഅമൽ ബഗ്ദാദിയൂന വ യൂനുസ് റഹിമഹുല്ലയും ബഗ്ദാദി അറബി പണ്ഡിതന്മാരും പറയുന്നത് യജൂസു താരീഫുൽ ഹാലി മുത്ലക്ക, ഹാല് മഅരിഫയാവാം, സങ്കല്പിക്കൊന്നും വേണ്ട, ഹാലിന് വേണമെങ്കിൽ മഅരിഫയാവാം എന്ന് പറയുന്നവരാണ് ഇവർ. ബിലാ തഅ്വീലിൻ, അപ്പോൾ അവർക്ക് സങ്കല്പിക്കേണ്ട കാര്യമുണ്ടാവില്ല. വ അജാസു ജാ സൈദുൻ അർറാക്കിബ എന്നോല് പറയും. സെയ്ദ് വാഹനം കയറി വന്നു, അതിനെങ്ങനെ പറയാം? ജാ സൈദുൻ റാക്കിബൻ എന്നല്ല, ജാ സൈദുൻ അർറാക്കിബ എന്ന് പറയും. ഇനി മൂന്നാമത്തത് ഫസ്സലൽ കൂഫിയുന, കൂഫക്കാർ ഇതിനിടയിൽ ഒരു തഫ്സീൽ വരുത്തി, വിശദീകരണം വരുത്തി പറയാം. അവർക്കൊരു മറ്റൊരു അഭിപ്രായമാണുള്ളത്. അവർ പറയുന്നു ഇൻ തളം, ശ്രദ്ധിക്കണം, ഈ കൂഫക്കാരുടെ അഭിപ്രായം ശ്രദ്ധിക്കണം. ഇൻ തളമ്മനത്തിൽ ഹാലു മഅന ശർത്തി സഹ താരിഫ. അപ്പോൾ ഹാല് മഅരിഫയായിട്ടും വരാം, ഹാല് നക്കിറയായിട്ടും വരാം എന്നൊരു അഭിപ്രായമാണ് കൂഫക്കാരെടുക്കുന്നത്. എപ്പോഴാണ് മഅരിഫയായിട്ട് വരാൻ പറ്റുക? ഹാലിൽ ഒരു ഷർത്തിൻ്റെ അർത്ഥമുണ്ടെങ്കിൽ, ഹാലിൽ ഒരു ഷർത്തിൻ്റെ അർത്ഥമുണ്ടെങ്കിൽ ആ ഹാല് മഅരിഫയാവാം. ഷർത്തിൻ്റെ അർത്ഥമില്ലേ, അപ്പോൾ ഹാല് നക്കിറയാവണം. ഇല്ല ഫല ഫമിസാലു മാ തളമ്മന മഅന ഷർത്തി, അപ്പോൾ ഹാലിൽ ഷർത്തിൻ്റെ അർത്ഥം വരുമോ? വരും. അതിൻ്റെ ഉദാഹരണമാണ് സൈദുനി റാക്കിബ അഹ്സനു മിൻഹുൽ മാഷിയ. സൈദുനി റാക്കിബ അഹ്സനു മിൻഹുൽ മാഷിയ. ഇവിടെ ഏതാ ഹാല്? റാക്കിബ് എന്നുള്ളതും മാഷി എന്നുള്ളതും. എന്താ അർത്ഥം? വാഹനം കയറി വരുന്ന സെയ്ദാണ് നടന്നു വരുന്ന സെയ്ദിനേക്കാൾ അടിപൊളി. ഇതാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഷർത്തിൻ്റെ അർത്ഥം വരുന്നത്? അതിൻ്റെ മുമ്പ് റാക്കിബ വൽ മാഷിയ ഹാലാനി, ഇവ രണ്ടും ഹാലാണ്. വസഹ താരീഫുഹുമ, ഈ ഹാലായ റാക്കിബിനെയും മാഷിയെയും നമുക്ക് താരീഫാക്കാം. ലിതഅവ്വുലിഹിമാ ബിശർത്തി, കാരണം അവയെ ഒരു ഷർത്ത് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതുകൊണ്ട്. എങ്ങനെയാണ് അത് ഉൾക്കൊള്ളിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം സെയ്ദുൻ ഇദാ റക്കിബ അഹ്സനു മിൻഹു ഇദാ മഷ. ഇദ കണ്ടില്ലേ, ഷർത്താണ്. സെയ്ദുൻ ഇദാ റക്കിബ, സെയ്ദ് വാഹനം കയറിയാൽ, ഇഫ് സെയ്ദുൻ വാഹനം കയറിയാൽ അപ്പോൾ അവനായിരിക്കും, ബെസ്റ്റായിരിക്കും. ഇദാ മഷ, അവൻ നടന്നാൽ ഉള്ളതിനേക്കാൾ. ഓക്കെ. വ ഇല്ലം തതഖദ്ദർ ബിശർത്തി ലം യസിഹ താരീഫുഹ, അങ്ങനെ ഷർത്തിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ലേ, എന്നാൽ പിന്നെ എന്ത് ചെയ്യാനും പറ്റൂല, താരീഫാക്കാനും പറ്റൂല. അപ്പോൾ ജാ സെയ്ദുൻ അറാക്കിബ എന്ന് പറയാൻ പറ്റൂല, കാരണം അവിടെ ഷർത്ത് സങ്കല്പിക്കുക. എങ്ങനെ ഷർത്ത് സങ്കല്പിക്കുക? ജാ സെയ്ദുൻ, സെയ്ദ് വന്നു, അറാക്കിബ അവൻ വാഹനം കയറിയാൽ എന്നോ, അവൻ വാഹനം കയറിയാൽ അവൻ വന്നു എന്ന് പറയാൻ പറ്റും. മലയാളത്തിൽ അത് തെറ്റാണ് അല്ലേ? അപ്പോൾ ജാ സെയ്ദുൻ എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ജാ സെയ്ദുൻ റാക്കിബൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ജാ സെയ്ദുൻ അറാക്കിബ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഇതിലാ യസിഹു, നമ്മൾ പറയാറില്ലല്ലോ ജാ സെയ്ദുൻ ഇൻ റക്കിബ, അവൻ വാഹനം കയറിയാൽ സെയ്ദു വന്നു എന്ന് പറയാം നമ്മൾ. എന്താ അതിൻ്റെ അർത്ഥം? അപ്പം അങ്ങനെ പറയൂലല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂഫക്കാർ ഈ അഭിപ്രായമാണ് പിടിക്കുന്നത്. ഷർത്ത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതിനെ താരീഫ് ചെയ്യാം, ഷർത്തിൻ്റെ അർത്ഥമില്ലെങ്കിൽ നക്കിറയാക്കണം, യാതൊരു സംശയവുമില്ല. അങ്ങനെ 3 അഭിപ്രായങ്ങളാണുള്ളത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.